നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ ട്രെയിൻ തട്ടി വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചിറക്കൽ ഖദീജ എന്ന 85-കാരിയാണ് മരണപ്പെട്ടത്. സപ്ലൈകോയുടെ നിയോജക മണ്ഡലം തല ഓണം ഫെയർ 2026 നിലമ്പൂരിൽ ആരംഭിച്ചു. നിലമ്പൂർ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ചാലിയാർ പഞ്ചായത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ ഭിന്നശേഷി സൗഹൃദ സംരംഭമായ അനുയാത്ര അസിസ്റ്റഡ് ലിവിംഗ് ഹോമിന് വേണ്ടി എടുത്ത 75 സെന്റ് സ്ഥലത്ത് കെട്ടിട അനുബന്ധ സൗകര്യങ്ങൾ വിലയിരുത്തി. ജില്ലയിലെ ബാങ്കുകളിൽ 2026 ജൂൺ പാദത്തിൽ 57,341 കോടി രൂപയുടെ നിക്ഷേപം. ഈ കാലയളവിൽ ജില്ലയിലെ വായ്പാ വിതരണം 37,289 കോടി രൂപയായി വർദ്ധിക്കുകയും ചെയ്തു. അമൽ കോളേജ് ആന്റി റാഗിംഗ് സെൽ, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, താലൂക്ക് ലീഗൽ സർവീസ് സെന്റർ നിലമ്പൂർ എന്നിവയുമായി സഹകരിച്ച് ഏകദിന റാഗിംഗ് വിരുദ്ധ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. നിലമ്പൂരിൽ ട്രെയിൻ തട്ടി വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചിറക്കൽ ഖദീജ എന്ന 85-കാരിയാണ് മരണപ്പെട്ടത്. നിലമ്പൂരിൽ ട്രെയിൻ തട്ടി വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചിറക്കൽ ഖദീജ എന്ന 85-കാരിയാണ് മരണപ്പെട്ടത്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് വട്ടപ്പാടം എന്ന സ്ഥലത്ത് വെച്ച് പാളം മുറിച്ച് കടക്കുന്നതിനിടെ ട്രെയിൻ ഇടിക്കുകയായിരുന്നു. മകളുടെ വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. സപ്ലൈകോയുടെ നിയോജക മണ്ഡലം തല ഓണം ഫെയർ 2026 നിലമ്പൂരിൽ ആരംഭിച്ചു. നിലമ്പൂർ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. സപ്ലൈകോയുടെ നിയോജക മണ്ഡലം തല ഓണം ഫെയർ 2026 നിലമ്പൂരിൽ ആരംഭിച്ചു. നിലമ്പൂർ സപ്ലൈകോ സൂപ്പർമാർക്കറ്റിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. പിടിച്ചു നിർത്തുന്നതിന് കാലാകാലങ്ങളായി സർക്കാർ കൊണ്ടുവരുന്ന ഓണച്ചന്തയും ക്രിസ്മസ് ചന്തയും ഒക്കെ സാധാരണക്കാരെ സംബന്ധിച്ചോളം വലിയ ആശ്വാസകരം തന്നെയാണ് എന്നതിൽ തർക്കമില്ല. നമ്മൾ ഓരോ ദിവസവും അരിയും പഞ്ചസാരയും മറ്റു നിത്യോപയോഗ സാധനങ്ങളും പച്ചക്കറിയും ഒക്കെ അക്ഷരാർത്ഥത്തിൽ തീപിടിച്ച വില എന്ന് നമ്മൾ കാണാറും അനുഭവിക്കാറുമുണ്ട്. ആ തീപിടിച്ച വിലയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ വേണ്ടിയാണ് സാധാരണക്കാരന് പ്രത്യേകിച്ചും റേഷൻ കാർഡ് വഴി ഈ ആനുകൂല്യം സർക്കാർ കൊടുത്തു വരുന്നത്. അത് ഫലപ്രദമായി വിനിയോഗിക്കാനാണ് എനിക്ക് നിങ്ങൾക്കും സാധിക്കേണ്ടത്. ഇത്തവണ കിറ്റുകളായിട്ട് 1000 രൂപയുടെ കിറ്റുകൾ വെച്ച് നമുക്ക് അത്യാവശ്യം ഓണത്തിനുള്ള എല്ലാ വിഭവങ്ങളും 13 ഐറ്റം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നറിയാൻ സാധിച്ചത്. ആർക്കെങ്കിലും കൊടുക്കണമെങ്കിലും 1000 രൂപ നമുക്ക് സംഭാവന ചെയ്യുന്നതിന് പകരം ഓണക്കിറ്റ് കൊടുക്കും. ഈ സപ്ലൈകോയുടെ നല്ല ഉദ്യമത്തെ നമുക്ക് സഹകരിപ്പിക്കാൻ സാധിക്കും. നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേരീസ് ഷിപ്പു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ആദ്യ വിൽപ്പന വികസന കാര്യ സ്ഥിരം സമിതി അധ്യക്ഷ മുംതാസ് ബാബു നിർവഹിച്ചു. വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ പാലോളി മെഹബൂബ്, ഷിഹാബിന്നി, ഇ കെ ഷൌക്കത്ത്, ബിജു സാമുവൽ, ബിനോയ് പാട്ടത്തിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. സപ്ലൈകോ നിലമ്പൂർ ഡിപ്പോ ജൂനിയർ മാനേജർ TR ബിനിൽ കുമാർ സ്വാഗതവും താലൂക്ക് സപ്ലൈ ഓഫീസർ VT ബാലകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ചാലിയാർ പഞ്ചായത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ ഭിന്നശേഷി സൗഹൃദ സംരംഭമായ അനുയാത്ര അസിസ്റ്റഡ് ലിവിംഗ് ഹോമിന് വേണ്ടിയെടുത്ത 75 സെന്റ് സ്ഥലത്ത് കെട്ടിട അനുബന്ധ സൗകര്യങ്ങൾ വിലയിരുത്തി. ചാലിയാർ പഞ്ചായത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ ഭിന്നശേഷി സൗഹൃദ സംരംഭമായ അനുയാത്ര അസിസ്റ്റഡ് ലിവിംഗ് ഹോമിന് വേണ്ടിയെടുത്ത 75 സെന്റ് സ്ഥലത്ത് കെട്ടിട അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കുവാൻ പൊതുമരാമത്ത് മന്ത്രിയും സ്ഥലം MLA-യുമായ PK ബഷീറിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്ത് നിന്നുള്ള ഉദ്യോഗസ്ഥ സംഘം DPR തയ്യാറാക്കുവാൻ സ്ഥലം സന്ദർശിച്ചു. പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു. ജില്ലയിലെ ബാങ്കുകളിൽ 2026 ജൂൺ പാദത്തിൽ 57,341 കോടി രൂപയുടെ നിക്ഷേപം. ഈ കാലയളവിൽ ജില്ലയിലെ വായ്പാ വിതരണം 37,289 കോടി രൂപയായി വർദ്ധിക്കുകയും ചെയ്തു. ബാങ്കുകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി ചേർന്ന ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗത്തിലാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്.
മാർച്ച് പാദത്തിലാകെ നിക്ഷേപം 55,607 കോടി രൂപയും വായ്പാ വിതരണം 36,675 കോടി രൂപയുമായിരുന്നു. ജില്ലയിലെ വായ്പാ നിക്ഷേപാനുപാതം 65.03%. ആകെ നൽകിയ വായ്പകളിൽ 20,800 കോടി രൂപയും 55.78% മുൻഗണനാ മേഖലയ്ക്കാണ് ലഭ്യമാക്കിയത്. 2026-27 സാമ്പത്തിക വർഷത്തിലെ 24,080 കോടി രൂപയുടെ ആകെ വായ്പാ ലക്ഷ്യത്തിൽ ജൂൺ പാദം വരെ 6,964 കോടി രൂപ, അതായത് 29% വിതരണം ചെയ്തിട്ടുണ്ട്. ഇതിൽ കാർഷിക മേഖലയിൽ 3,725 കോടി രൂപയും വ്യവസായ മേഖലയിൽ 2,725 കോടി രൂപയും സേവന മേഖലയിൽ 514 കോടി രൂപയുമാണ് വായ്പയായി അനുവദിച്ചത്. കുടുംബശ്രീ, ജില്ലാ വ്യവസായ കേന്ദ്രം, എംപ്ലോയ്മെന്റ്, കൃഷി, മൃഗസംരക്ഷണം തുടങ്ങിയ വിവിധ സർക്കാർ വകുപ്പുകളുടെ പദ്ധതികളുടെ പുരോഗതിയും യോഗം വിശദമായി വിലയിരുത്തി. മലപ്പുറം കിഴക്കേതല ഹോട്ടൽ എക്സ്പെറോ ഇന്നിൽ ചേർന്ന യോഗം അഡ്വക്കേറ്റ് എം റഹ്മത്തുള്ള MLA ഉദ്ഘാടനം ചെയ്തു. ADM PO സാദിഖ് അധ്യക്ഷത വഹിച്ചു. കനറ ബാങ്ക് മലപ്പുറം റീജിയണൽ ഓഫീസ് AGM-ഉം റീജിയണൽ ഹെഡുമായ പുലിസായ് കൃഷ്ണ, തിരുവനന്തപുരം RBI ലീഡ് ഡിസ്ട്രിക്ട് ഓഫീസർ NS അമൽ, നബാർഡ് DDM ഭഗവതി, ലീഡ് ഡിസ്ട്രിക്ട് മാനേജർ MV അഞ്ജന ദേവ്, വിവിധ ബാങ്ക് പ്രതിനിധികൾ, വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. അമൽ കോളേജ് ആന്റി റാഗിംഗ് സെൽ, ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി, താലൂക്ക് ലീഗൽ സർവീസ് സെന്റർ നിലമ്പൂർ എന്നിവയുമായി സഹകരിച്ച് ഏകദിന റാഗിംഗ് വിരുദ്ധ നിയമ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. അമൽ കോളേജ് ചെയർമാൻ PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് സ്റ്റുഡൻസ് അഫയേഴ്സ് ഡീൻ ഡോക്ടർ CH അലി ജാഫർ അധ്യക്ഷം വഹിച്ചു. പഠന സെക്ഷനിൽ താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് PM നസീർ, അഡ്വക്കേറ്റ് ചിത്ര, സരിജ തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. വിദ്യാർത്ഥികൾ വിഷയാവതാരകരുമായി സംവദിക്കുകയും സംശയ നിവാരണം നടത്തുകയും ചെയ്തു. ആന്റി റാഗിംഗ് സ്ക്വാഡ് കോർഡിനേറ്റർ ഡോക്ടർ അമീർ ഹസൻ സമാപന സന്ദേശം നൽകി. സ്റ്റുഡൻസ് കോർഡിനേറ്റർ പാർവതി രാജീവ് നന്ദി പറഞ്ഞു. AKPA സ്ഥാപക ജനറൽ സെക്രട്ടറി സാരംഗ പണിയുടെയും നിലമ്പൂരിൽ AKPA പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച N രാജഗോപാലിന്റെയും അനുസ്മരണം നിലമ്പൂരിൽ വെച്ച് നടന്നു. AKPA സ്ഥാപക ജനറൽ സെക്രട്ടറി സാരംഗപ്പണിയുടെയും നിലമ്പൂരിൽ AKPA പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച N രാജഗോപാലിന്റെയും അനുസ്മരണം നിലമ്പൂരിൽ വെച്ച് നടന്നു. നിലമ്പൂർ മെർച്ചന്റ് ഹാളിൽ വെച്ച് നടന്ന അനുസ്മരണ ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ഗഫൂറിനി, മുൻ മേഖലാ പ്രസിഡന്റ് തോമസ് കോശി, മേഖലാ ട്രഷറർ വിശ്വനാഥൻ അതുല്യ, ജില്ലാ കമ്മിറ്റി അംഗം സുദീപ് ദേവിക, വ്യാപാരി വ്യവസായ ഏകോപന സമിതി നിലമ്പൂർ ജോയിന്റ് സെക്രട്ടറി ഷബീർ അലി മാടാല, രാജേട്ടന്റെ മകൻ അരുൺ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. മേഖലാ പ്രസിഡന്റ് ഹോച്ചിമിൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം നിഷാദ് കൊടിക്കാരൻ സ്വാഗതവും മേഖലാ വൈസ് പ്രസിഡന്റ് നിസാർ മരുത നന്ദിയും പറഞ്ഞു. അടുക്കളയിൽ കയറിയ മൂർഖൻ ഒടുവിൽ പിടിയിൽ. അടുക്കളയിൽ കയറിയ മൂർഖൻ ഒടുവിൽ പിടിയിൽ. അകമ്പാടത്ത് വീട്ടിൽ കയറിയ മൂർഖനെയാണ് പാമ്പ് പിടുത്ത വിദഗ്ധനായ എരഞ്ഞിമങ്ങാട് സ്വദേശി അബ്ദുൽ അസീസ് പിടികൂടിയത്. 250-ലേറെ രാജവെമ്പാലകളെ ഉൾപ്പെടെ 2000-ഓളം പാമ്പുകളെ ഇതിനകം അബ്ദുൽ അസീസ് പിടികൂടിയിട്ടുണ്ട്. മൂർഖനെ വനം വകുപ്പിന് കൈമാറും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.